ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനം വരാൻ കർത്താവ് തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. അപ്പാ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതോട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ, അങ്ങയുടെ വചനം പിടിപ്പിക്കട്ടെ, അങ്ങയുടെ വചനം വിശ്വാസമായി മാറട്ടെ. അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന വചനം അങ്ങയുടെ കാര്യം നിവർത്തിക്കാതെ വെറുതെ വരുന്നില്ലല്ലോ, അതിനായിട്ട് സ്തുതിക്കുന്നു. എല്ലാം നസ്രാന യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അപ്പം ഇന്നത്തെ എൻ്റെ മെസ്സേജിന് ഒരുപക്ഷെ ഇങ്ങനെ ഒരു പേര് കൊടുക്കാം: വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ. വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ. നമുക്കൊരു വാക്ക് വായിച്ചു തുടങ്ങാം. വാക്യം 107 സങ്കീർത്തനം 9 വാക്യം. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ആർത്തിയുള്ളവന് തൃപ്തി, വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. അപ്പം ഈ വാക്യം ഇങ്ങനെയാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ധ്യാനിക്കാം. ഈ വാക്യം ഇങ്ങനെയല്ല, എങ്ങനെ? നാമധേയ സഭകൾ വിട്ട് വിശ്വാസി സഭകളുടെ വിശ്വാസശാലം ഏറ്റെടുത്ത് വിശ്വാസി സഭകളോട്ട് വന്നവരെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അവർക്ക് തൃപ്തി വരുത്തി അവരെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു എന്നല്ല ഈ വാക്യം. അതിൻ്റെ അർത്ഥം വിശ്വാസ സ്നാനം എടുത്ത് വിശ്വാസ സഭയിലോട്ട് മാറണ്ടെന്നാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്: അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നാം നാമധേയ സഭ വിട്ട് വിശ്വാസം എടുത്ത് വിശ്വാസി സഭകളുടെ ഭാഗമാണെങ്കിൽ പോലും നമ്മിൽ കർത്താവിനായൊരു ദാഹം അല്ലെങ്കിൽ കർത്താവിനായിട്ടൊരു വിശപ്പില്ലെങ്കിൽ നാം കർത്താവിൽ നിന്ന് നന്മ പ്രാപിക്കണമെന്നില്ല. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പൂർണ്ണമായി നാം പ്രാപിക്കണമെന്നില്ല. കാരണം എന്താണ് ദൈവവചനം പറയുന്നത്? ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. നാം നാമധേയ സഭ വിട്ട് വിശ്വാസത്തിനടുത്ത് വിശ്വാസി സഭയുടെ ഭാഗമാണെങ്കിൽ പോലും നമുക്ക് കർത്താവിനായിട്ടൊരാർത്തി അല്ലെ കർത്താവിനായിട്ടൊരു വിശപ്പില്ലെങ്കിൽ നാം കർത്താവിൽ നിന്ന് പ്രാപിച്ച് മുന്നോട്ട് പോകണമെന്നില്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് മനുഷ്യൻ വിശ്വാസഭയിലോട്ട് വരുമ്പോൾ വളരെ കർത്താവിനായിട്ട് വിശന്ന് ദാഹിച്ചു വരും. പക്ഷെ അത് കഴിയുമ്പോൾ പലപ്പോഴും അത് കുറഞ്ഞു പോകുന്ന നാം കാണുന്നുണ്ട്. പലപ്പോഴും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പല സന്ദർഭങ്ങളിലും പല നാമധേയ സഭകളിലെ ആൾക്കാർ ചില ഇൻസ്റ്റൻസിൽ അവർ കൂടുതൽ കർത്താവിനായി ദാഹിക്കുന്നത് നാം കാണുന്നുണ്ട്. കർത്താവിനായി ഒരു വിശപ്പ് നമുക്കുണ്ടോ? നാം വിശ്വാസസഭയുടെ ഭാഗമായിരിക്കാം. വിശ്വാസ സ്നാനം ദൈവകൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം ഏറ്റെടുത്തവരായിരിക്കാം. പക്ഷേ യഥാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനായൊരു വിശപ്പ് നമുക്കുണ്ടോ? അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. കർത്താവിനായൊരു വിശപ്പ് നമുക്കില്ലെങ്കിൽ നാം കർത്താവിൽ നിന്ന് പ്രാപിച്ച് നാം മുന്നോട്ട് പോകണമെന്നില്ല. പലർക്കും ആ വിശപ്പ് മാറിപ്പോയി, വിശപ്പ് നീങ്ങിപ്പോയി. ഒരുപക്ഷെ സ്വന്തം കാര്യം സാധിപ്പിക്കാനും സ്വന്തം ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായിട്ടൊരു വിശപ്പ് കാണും. അതെങ്ങനെങ്കിലും കർത്താവിന് പ്രാപിക്കാനായിട്ട് വിശപ്പ് കാണും. പക്ഷെ അതിലും ഉപരിയായിട്ട് കർത്താവിനായി ഒരു വിശപ്പ് നമുക്കുണ്ടോ? അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. നാം കർത്താവിനായൊരു വിശപ്പ് നമുക്കില്ലെങ്കിൽ നാം കർത്താവിൽ നിന്ന് പ്രാപിച്ച് മുന്നോട്ട് പോകണമെന്നില്ല. ഇതിനോട് ബന്ധപ്പെട്ട് യേശു കർത്താവ് പറഞ്ഞ 2 വാക്യങ്ങളോട് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-6 വാക്യം നമുക്ക് എല്ലാവരും അറിയുന്നതാണ്: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും.
വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ നീതി. അവനായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കർത്താവിനായി ഒരു വിശപ്പ് നമുക്കുണ്ടോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും കർത്താവിന് പറയുന്നുണ്ട്, ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. കർത്താവിനായി ഒരു വിശപ്പ് നമുക്കുണ്ടോ? വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കർത്താവിനായിട്ടൊരു വിശപ്പ് നമുക്കുണ്ടോ? അതോ നമ്മുടെ വിശപ്പ് ഈ ലോകത്തെ കാര്യങ്ങളും ഇവിടെ എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന്, കൂടുതൽ പേര് കിട്ടാമെന്ന് മാത്രമായി ഒതുങ്ങിപ്പോയോ? കർത്താവിനായിട്ട് അവനാൽ മാത്രം സാറ്റിസ്ഫൈ ചെയ്യാവുന്നൊരു വിശപ്പ് നമുക്കുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് തൃപ്തി വരുത്തുവാൻ വിശ്വസ്തനാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം കാണുന്ന വളരെ സങ്കടമായ ഒരു കാര്യമാണ്, അനേക വിശ്വാസികൾ അവരുടെ കർത്താവിനായിട്ടുള്ള വിശപ്പം പോയി. അവർക്ക് വേണ്ടത് ഇവിടുത്തെ ഇതും അവരുടെ മക്കൾക്ക് ഈ ലോകത്തിലെ കൂടുതൽ കിട്ടി. അവർ നല്ലതായിട്ട് നിന്നുകൊണ്ടായതുകൊണ്ട് ഇവർക്ക് കൂടുതൽ സോ കോൾഡ് അനുഗ്രഹം കിട്ടും. കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ ഭൗമികമായിട്ടും നാം ചിന്തിക്കുന്നതിലപ്പുറമായിട്ടും അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ചോദ്യം ഇതാണ്, നമുക്ക് കർത്താവിനായിട്ട് അവനായിട്ടുള്ളൊരു വിശപ്പ് ഉണ്ടോ? വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പഴയ നിയമ പ്രവാചകന്മാരിൽ നിന്നൊരു വാക്യമാക്കി ആമോസിന്റെ സുവിശേഷം 8-11 വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവും അല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. വേറെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനായിട്ടുള്ളൊരു വിശപ്പ് ദേശത്തേക്ക് അയക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഓ പ്രൈസ് ദി ലോർഡ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ്. കർത്താവിനായിട്ടൊരു വിശപ്പ് നമുക്കുണ്ടോ? എങ്കിൽ കർത്താവ് നമുക്ക് തൃപ്തി വരുത്തുവാൻ വിശ്വസ്തനാണ്. ഇൻഫാക്ട് നമ്മൾ വെയിൽസ് എന്ന ദേശത്തെ ഉണർവ് പഠിക്കുകയാണെങ്കിൽ, ഇവാൻ റോബർട്ട്സ് ദേവദാസിനെ കൊണ്ട് കർത്താവ് നടത്തിയ വലിയൊരു ഉണർവ് പഠിക്കുകയാണെങ്കിൽ ലിറ്ററലി ഇത് തന്നെ സംഭവിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ക്യാൻസൽഡായി, ഫുട്ബോൾ മാച്ച് കാണാൻ ആളില്ല, കേൾക്കാൻ ആളില്ല, ഗാംബ്ലിംഗ് ബിസിനസ്സുകളൊക്കെ പൂട്ടിപ്പോയി, തിയേറ്ററുകൾ പൂട്ടിപ്പോയി. കാരണം മനുഷ്യനാൽ ആർക്കും ഇതിൽ കാര്യങ്ങളിൽ താല്പര്യം. ജനം സഭയിലോട്ടോടി ദൈവവചനം കേൾപ്പാൻ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹം, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ്. കർത്താവിനായി ഒരു വിശപ്പ് നമുക്കുണ്ടോ? ഈ ലോകത്തിലെ കാര്യങ്ങൾ കൂടുതൽ പൈസ കിട്ടാനും, കൂടുതൽ സോക്കോൾ ഭൗമികം കിട്ടാനും, തലമുറയ്ക്ക് കൂടുതൽ പൈസ കിട്ടാനും പേര് കിട്ടാനും ഒക്കെ വിശപ്പ് കാണും. അതുകൊണ്ട് കർത്താവ് അതും നാം ചോദിക്കുന്നതിനും നിനക്കുന്നതിനും അപ്പുറമായിട്ട് ചെയ്യാൻ വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വിശ്വസ്തയെ സ്തുതിക്കുന്നു. പക്ഷെ അതിലും ഉപരിയായിട്ട് എൻ്റെ കർത്താവിനാൽ മാത്രം തൃപ്തി വരുത്തുന്ന ഒരു വിശപ്പ് നമുക്കുണ്ടോ? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമാണ്, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ്. വേറൊരു ഭാഷ പറഞ്ഞാൽ യഹോവയ്ക്കായിട്ടുള്ള കർത്താവിനായിട്ടൊരു വിശപ്പുണ്ട്. തൃപ്തി വരുത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പലപ്പോഴും ഈ ഒരു വിശപ്പ് നമുക്കില്ല. അതുകൊണ്ട് നാം കർത്താവിൽ അനേക കാര്യങ്ങൾ പ്രാപിക്കുന്നുമില്ല. വിശപ്പുള്ളവന് കർത്താവ് തൃപ്തി വരുത്തുവാൻ വിശ്വസ്തനാണ്. കർത്താവിനായി നമുക്ക് വിശന്ന് തുടങ്ങാം. കർത്താവ് നമുക്ക് തൃപ്തി വരുത്തട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. മത്തായിയുടെ സുവിശേഷം 15-ാം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ദേശത്തു നിന്നൊരു കനാന്യ സ്ത്രീ വന്നു അവനോട്
കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നെന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടക്കമെന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്ന അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ആൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവെ, നായക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഈ ഒരു വേദഭാഗം വായിച്ചാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആ കനാന്യ സ്ത്രീയുടെ മകളെ ഭൂതോപദ്രവത്തിൽ നിന്ന് വിടുവിക്കുന്നത് യേശു കർത്താവിൻ്റെ ഹിതമല്ലായിരുന്നു. എന്തുകൊണ്ടെന്നായിരുന്നു? കാരണം യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിലായിരുന്നപ്പോൾ യഹൂദന്മാരുടെ ഇടയിലായിരുന്നു കർത്താവിൻ്റെ പ്ലാൻ. നമുക്കറിയാം, പിന്നെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലുള്ള ദൈവപ്രവൃത്തിയോട്ട് ജാതികൾക്കും സുവിശേഷം വന്ന് ദൈവപ്രവൃത്തി. യേശു കർത്താവ് ജഡത്തിൽ ആയിരുന്ന സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയായിരുന്നു കർത്താവിൻ്റെ പ്ലാൻ. ഡെഫിനറ്റ്ലി ഈ കനാന്യ സ്ത്രീയുടെ മകളെ ഭൂതോപദ്രവത്തിൽ വിടുവിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗം അല്ലായിരുന്നു ആ പ്ലാനിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും പ്രൈസ് ദി ലോർഡ്, ആ കനാന്യ സ്ത്രീ കർത്താവിനായി വിശന്നു കർത്താവിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേറൊരു ഭാഷയിൽ പറഞ്ഞ കനാന്യ സ്ത്രീ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം മകളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം പ്രാപിച്ചു. ആ സാന്നിധ്യം പ്രാപിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലായി ഭൂതോപദ്രവത്തിൽ നിന്ന് മകൾ വിടുവിക്കപ്പെട്ടു. കർത്താവിനായി വിശന്നു ആ കനാന്യ സ്ത്രീ കർത്താവിനായി വിശന്നു കർത്താവിൻ്റെ സാന്നിധ്യം സ്വന്തം ജീവിതത്തിൽ പ്രാപിച്ചു. നാം കർത്താവിനായി വിശക്കുന്നു. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായ, ഈ കനാന്യ സ്ത്രീ കർത്താവിനെ വിടുവിക്കാൻ പദ്ധതി ഇല്ലായിരുന്നിട്ട് ഈ കനാന്യ സ്ത്രീ വിശ്വാസത്താൽ കർത്താവിനായിട്ട് വിശന്ന് കർത്താവിൻ്റെ സാന്നിധ്യം സ്വന്തം ജീവിതത്തിൽ, സ്വന്തം മകളുടെ ജീവിതത്തിൽ പ്രാപിച്ചെങ്കിൽ മക്കളും അവകാശികളും കർത്താവിൽ നിന്ന് വിശന്ന് എത്ര അധികം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവവചനം ക്ലിയറായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? ഈ കനാന്യ സ്ത്രീ കർത്താവിൻ്റെ പദ്ധതിയിൽ ഒരു വിടുതൽ അവൾക്ക് കിട്ടുന്ന പദ്ധതിയിൽ ഇല്ലായിരുന്നിട്ട് പോലും കർത്താവിനായി വിശന്ന് ദൈവ സാന്നിധ്യം സ്വന്തം ജീവിതത്തിൽ എല്ലാ മേഖലയിലും പ്രാപിച്ചെങ്കിൽ മക്കളും അവകാശികളുമായ നാം കർത്താവിനായി വിശന്ന് എത്രയധികം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പ്രശ്നം എന്തെന്നറിയാം, കർത്താവിനായൊരു വിശപ്പ് നമുക്കില്ല. ഈ ലോകത്തിലേക്ക് കിട്ടണം, ഈ ലോകത്തിലെ അനുഗ്രഹം, തലമുറയ്ക്ക് ഈ ലോകത്തിലെ നന്മ കിട്ടണം, നമുക്ക് അതിൻ്റെ ഒരു ജാടയം നടക്കണം. യേശുവിനായ സഹോദരി, കർത്താവിനായി നമുക്ക് വിശപ്പാം. ഒരു കനാന്യ സ്ത്രീ ഇത്രയധികം കർത്താവിൻ്റെ പദ്ധതി ഇല്ലായിരുന്നിട്ട് പ്രാപിച്ചെങ്കിൽ മക്കളും അവകാശികളും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങളിലും എത്രയധികം പ്രാപിക്കണം. കർത്താവിനായി നമുക്ക് വിശക്കാം. ഞാൻ മനസ്സിലാക്കുന്ന പിശാചിൻ്റെ ഇക്കാലത്തെ ഏറ്റവും വലിയ പദ്ധതി ഇതാണ്. പിശാചിന് അനേകം പദ്ധതികളുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു പദ്ധതി ഇതാണ്. വിശ്വാസികൾ കർത്താവിനായി ജ്വലിക്കേണ്ട, കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായിട്ടും ഈ ലോകത്തിൽ നിറവേറ്റേണ്ട വിശ്വാസികളെ കർത്താവിനായിട്ടുള്ള വിശപ്പങ്ങ് മാക്സിമം വെട്ടിക്കളയും. അതില്ല. വിശ്വാസി വന്നു, കൈയടിച്ച് ആരായിച്ചു, എല്ലാ വചനം കേട്ടു, എങ്ങനെ ഇത് ഞാൻ ചെയ്തുകൊണ്ട് എൻ്റെ തലമുറയ്ക്ക് കൂടുതൽ സാലറി കിട്ടണം, കൂടുതൽ നല്ല ദേശത്ത് കിട്ടണം, പിന്നെ എനിക്കിവിടെ കിട്ടണം, പിന്നെ അതും പറഞ്ഞുകൊണ്ട് നടക്കണം. വളരെ 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 പിശാചുപതി. കർത്താവിനായിട്ടൊരു വിശപ്പം ക്യാൻസൽ ചെയ്ത് തരും. ദൈവപ്രവർത്തിക്കായിട്ട് വിശപ്പില്ല, കർത്താവിൻ്റെ സാന്നിധ്യം വിടുതലും കാണണമെന്നൊരു വിശപ്പില്ല, കർത്താവിൻ്റെ
പഴയകാലത്തെ പ്രവർത്തികൾ കാണണമെന്ന് വിശപ്പില്ല, അതൊന്നും ഇല്ലെങ്കിലും ഒരു കൂസലുമില്ല, ഒരു ഭാരമില്ല, ഒന്നുമില്ല. കാരണം അതേ വിശപ്പെല്ലാം മാറിപ്പോയി. പിശാച് ബുദ്ധിപൂർവ്വം ഈ ലോകത്തിൽ ചെയ്തിട്ട് അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയും. അതുകൊണ്ട് ജനം പ്രാപിക്കുന്നില്ല, സഭ മുന്നോട്ട് പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സഹോദര സഹോദരി, കർത്താവിനായി നമുക്ക് വിശപ്പാം. കർത്താവിനെ കൊണ്ട് മാത്രം നമുക്ക് തൃപ്തി വരുന്നൊരു വിശപ്പ് നമ്മിൽ ഉണ്ടാവട്ടെ. നാം കർത്താവിനെ പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ബന്ധപ്പെട്ട് ദേവദാസൻ ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൽ കർത്താവ് ഏറ്റവും ഉപയോഗിച്ച വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിക്കപ്പെടുന്ന സ്മിത്ത് വിഗൽസർത്ത ദേവദാസനെ പറ്റി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനും അവൻ്റെ നീതിക്കുമായി വിശപ്പും ദാഹവും ഇല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല. കർത്താവിനായുള്ള വിശപ്പ് നിങ്ങൾക്ക് വിട്ടുപോയെങ്കിൽ, കർത്താവിനായി ഒരു ദാഹം, ഒരു കരച്ചിൽ നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ, കർത്താവിൻ്റെ പദ്ധതി നിങ്ങൾ മിസ്സാവുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിലും ഒരു ദാഹവും വേണം. കർത്താവിനെ കൊണ്ട് മാത്രം തൃപ്തി വരുത്തുന്ന ഒരു ദാഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു വാക്ക്, എത്ര മനോഹരമായ ഒരു വാക്ക്. കർത്താവിനായി നാം ദാഹിക്കുന്നുവോ, അവനാൽ മാത്രം തൃപ്തി വരുത്തുന്ന ഒരു വിശപ്പ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ കർത്താവ് അത് നമുക്ക് തൃപ്തി വരുത്താൻ വിശ്വസ്തനാണ്. ഒരു കനാന്യക്കാരി സ്ത്രീ കർത്താവിൻ്റെ പദ്ധതിയിൽ ഇല്ലായിരുന്നിട്ട് പോലും ആ കർത്താവിനായി വിശന്ന് കർത്താവിൻ്റെ സാന്നിധ്യം സ്വന്തം കുടുംബത്തിൽ പ്രാപിച്ചു. മക്കളും അവകാശികളുമായി ഞാനും നിങ്ങളും കർത്താവിനായി എത്രയധികം പ്രാപിക്കണം. നമുക്ക് കർത്താവിനായി വിശക്കാം, കർത്താവിൻ്റെ വൻ കാര്യങ്ങൾ പ്രാപിക്കാം, കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും നിറവേറ്റും. ഇതിനോട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ കണ്ടു, ദൈവജനത്തിൽ നിന്നൊരു ഉദാഹരണം നമ്മൾ കണ്ടു, ഹിസ്റ്ററി എന്നൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തിയ ഒരു ഉദാഹരണമാണ്. അത് വളരെ അനേക കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സൗത്ത് ആഫ്രിക്ക ദേശത്ത് ഒരു ഇറച്ചിവെട്ടുകാരൻ, ഒരു ബുച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വാൻ ഡ്യൂറൻ എന്നായിരുന്നു. വാൻ ഡ്യൂറന് വല്ലാത്തൊരു ട്യൂബർകുലോസിസ് പിടിക്കപ്പെട്ടു. അദ്ദേഹം ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, അല്പം മാസങ്ങളോടെ നിങ്ങൾക്ക് ജീവിതമുള്ളൂ. അദ്ദേഹം സങ്കടത്തോടെ തിരിച്ചെത്തി. അദ്ദേഹം ഓർത്തു, അല്പം മാസങ്ങളേ ഉള്ളൂ, അതിൽ എൻ്റെ കുടുംബത്തിൽ ജീവിക്കാനൊരു മാർഗം എനിക്ക് ഉണ്ടാക്കണം. അദ്ദേഹത്തെ താമസിച്ച സിറ്റിയുടെ ഒരു സബർബിൽ ഒരു വലിയ പ്ലോട്ട് വാങ്ങി. ആ പ്ലോട്ട് ഒരു ഫാമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയായിരുന്നു. ആ ഫാമായിട്ട് ഉണ്ടാക്കിയാൽ അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അധികം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതി അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഈ ഫാമിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ലെറ്റർ കിട്ടി. ലെറ്റർ ഇതാണ്: അമേരിക്കൻ ബ്രത്രൻ എന്നൊരു ഗ്രൂപ്പ് സൗത്ത് ആഫ്രിക്കയിലെത്തി. ഭയങ്കരമായിട്ട് ദൈവപ്രവൃത്തി അവരിൽ വെളിപ്പെടുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, കുടിയന്മാർ വിടുവിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു നീസ്, വീൽ ചെയറിലായിട്ടൊരു നീസ് വിടുവിക്കപ്പെട്ടു. അനേകർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നു. അദ്ദേഹം ഇതൊക്കെ വായിച്ചിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ഈ ലെറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു ചെടിയുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം മുട്ടുകുത്തി കർത്താവിനോടം കരഞ്ഞ് നിലവിളിച്ചു. അദ്ദേഹം പറയുന്നത് അനേക സന്ദർഭങ്ങളെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന സ്വർഗത്തിലോട്ട് എത്തി. ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ആത്മാവെന്നുള്ള സ്വർഗത്തെ ചലിപ്പിച്ചെന്നൊരു ബോധ്യം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, നിനക്ക് ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്രയും ചെയ്യാമെങ്കിൽ എൻ്റെയും ജീവിതത്തിൽ ചെയ്യാനൊക്കെ എന്നുള്ള ആ നിലവിളിയോടെ ആ പ്രാർത്ഥന സ്വർഗത്തിലോട്ടെത്തി. അദ്ദേഹത്തിന് അറിയാവുന്ന കർത്താവിൻ്റെ കരത്തെ ചലിപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ട്യൂബർകുലോസിസ് മാറി. അദ്ദേഹത്തിന് ഓൾറെഡി പെട്ടെന്ന് മനസ്സിലാകും.
പക്ഷെ ഏറ്റവും മനോഹരമായ കാര്യം അതുകൊണ്ട് തീർന്നില്ല. അദ്ദേഹം എണീറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം പറയുന്ന 18 വർഷമായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഭാര്യ രക്ഷിക്കപ്പെടാൻ. രക്ഷിക്കപ്പെട്ടില്ല. അദ്ദേഹം എത്തി. ഭാര്യ പുള്ളിയെ നോക്കി, ഒന്നും സംസാരിച്ചില്ല. ഭാര്യയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. പെട്ടെന്ന് ഭാര്യ മുട്ടയെ കുത്തി അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്ന് കർത്താവിനെ അറിയണം. ഭാര്യ അന്നേരം രക്ഷിക്കപ്പെട്ടു. കുറച്ചേരം പിന്നെ വീണ്ടും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്നുകൊണ്ട് സംഭവിച്ചു. പക്ഷെ ഏറ്റവും മനോഹരമായ കാര്യം ഇതുകൊണ്ട് തീരുന്നില്ല. അദ്ദേഹത്തിന് 11 മക്കളുണ്ട്. അപ്പം ഇദ്ദേഹം ഭാര്യയും അന്നു മുതൽ മക്കൾക്കായി പ്രാർത്ഥിച്ചു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 11 മക്കളും രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. ഒരു മനുഷ്യൻ കർത്താവിനായി വിശക്കുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഏറ്റവും മനോഹരമായ കാര്യം അതുകൊണ്ട് തീരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ 19 കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. ഏറ്റവും മനോഹരമായ കാര്യം അതുകൊണ്ടും തീരുന്നില്ല. അപ്പം ഈ വേറൊരു കാര്യം, അമേരിക്കൻ ബ്രദറൻ എത്തിയെന്നുള്ളത് കർത്താവിനാൽ ഭയങ്കരമായിട്ട് ഉപയോഗിച്ച ജോൺ ജി ലേക്ക് എന്നൊരു അപ്പോസ്തലൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. ജോൺ ജി ലേക്ക് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയാലും പാപികൾ മാനസാന്തരപ്പെടുന്നു, രോഗികൾ സൗഖ്യമാവുന്നു. അദ്ദേഹത്തെ കർത്താവ് ഉപയോഗിക്കുന്നു. ഒരു മനുഷ്യൻ്റെ കർത്താവിനായിട്ടുള്ള വിശപ്പ് കൊണ്ട് എന്ത് സംഭവിച്ചു? പക്ഷേ ഏറ്റവും മനോഹരമായ കാര്യം ഇതുകൊണ്ട് തീരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ദൈവശബ്ദം കേട്ടു, നീ പ്രിറ്റോറിയയിലോട്ട് പോവുക. സൗത്ത് ആഫ്രിക്കയിലെ നഗരമാണ്. അവിടെ ഞാൻ പാർലമെൻറ്റിലെ ആൾക്കാരിലേക്ക് നിന്നെ അയക്കാൻ പോകും. അദ്ദേഹം ദൈവശബ്ദം കേട്ട് പ്രിറ്റോറിയയിലോട്ട് പോയി. അപ്പം അദ്ദേഹം പ്രിറ്റോറിയയിലെത്തിയപ്പോൾ അക്കാലത്തെ ഒരു വലിയ അധികാരിയായ ലൂയിസ് വാൻ ബോത്ത ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ലൂയിസ് വാൻ ബോത്തയുടെ സാന്നിധ്യത്തിലോട്ട് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഈ ലൂയിസ് വാൻ ബോത്തയെ പറ്റി ഞാൻ പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോൾ അദ്ദേഹം വേറെ ആരുമല്ല, സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായിട്ട് അറിയപ്പെടുന്നു. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ പറയാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലോട്ട് ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചു. ലൂയിസ് വാൻ ബോത്ത പിന്നെ പറഞ്ഞ അതിനെപ്പറ്റി ഇതാണ്, ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടിൽ നിന്നും ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കുമായിരുന്നു. അല്പം നിമിഷങ്ങൾക്ക് ശേഷം എനിക്ക് എന്തുവാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ കർത്താവിനോട്ട് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് രക്ഷ പ്രാപിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ നിലവിളിച്ചു തുടങ്ങി. ലൂയിസ് ബോത്ത പറയുന്നതാണ്, ഈ വാൻ ഡ്യൂറനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ദൈവത്തെ പോലെ സംസാരിക്കുന്നു, ദൈവത്തെ പോലെ നടക്കുന്നു. ഈ വാൻ ഡ്യൂറനിൽ ഞാൻ ദൈവത്തെ കണ്ടു. ഒരു മനുഷ്യൻ്റെ വിശപ്പ്, കർത്താവിനായിട്ടുള്ള വിശപ്പ് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു. ഏറ്റവും രസകരമായ കാര്യം അതുകൊണ്ടും തീരുന്നില്ല. 18 ദിവസങ്ങൾക്കുള്ളിൽ വാൻ ഡ്യൂറൻ അത് കഴിഞ്ഞ് ദൈവശബ്ദം കേട്ട് സൗത്ത് ആഫ്രിക്കയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കണ്ടു, വേറെ ആൾക്കാരെയും കണ്ടു. 18 ദിവസങ്ങൾക്കുള്ളിൽ സൗത്ത് ആഫ്രിക്ക ദേശത്തിലെ എല്ലാ ഹൈ ഒഫീഷ്യൽസിലും മനസ്സിലായി ഒരു യേശു കർത്താവുണ്ട്, യേശു കർത്താവിൻ്റെ രക്ഷയുണ്ട്, ഒരു പരിശുദ്ധാത്മ സ്നാനമുണ്ട്. ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു. ഒരു മനുഷ്യൻ സൗത്ത് ആഫ്രിക്ക എന്ന ദേശത്തിലെ എല്ലാ ഹൈ ഒഫീഷ്യൽസിനും യേശു കർത്താവിൻ്റെ രക്ഷ കേട്ടു, പരിശുദ്ധാത്മ സ്നാനം കേട്ടു. ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്നത് കൊണ്ട്. പ്രൈസ്, നാം കർത്താവിനായി വിശക്കുന്നു. അവനാൽ മാത്രം തൃപ്തി വരുന്നൊരു വിശപ്പ് നമുക്കുണ്ട്. കർത്താവ് നമുക്ക് തൃപ്തി വരുത്തുവാൻ വിശ്വസ്തനാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായിട്ട് ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇതിനോട് ബന്ധപ്പെട്ട് അപ്പോസ്തലനായ ജോൺ ജി ലേക്ക് പറയുന്ന ഇതാണ്, എനിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ
എനിക്ക് ഒരാഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എനിക്ക് തരാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ വേറെ എല്ലാത്തിലുപരിയായി ഞാൻ കർത്താവിനായിട്ടൊരു വിശപ്പ് നിങ്ങൾക്ക് തരുമായിരുന്നു. കർത്താവിനായി നാം വിശക്കുന്നുവോ? ഈ ലോകത്തിലെ നന്മകൾ കിട്ടുമെന്നും അതൊക്കെ കർത്താവ് തരാൻ വിശ്വസ്തനാണ്. അതിലും ഉപരിയായി കർത്താവിനായി വിശപ്പ് നമുക്കുണ്ടോ? തൃപ്തി വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നാം എന്തൊക്കെ കണ്ടു? ഒരു കാര്യമേ കണ്ടുള്ളൂ, വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ. കർത്താവിനായ ഒരു വിശപ്പ് നമുക്കുണ്ടോ? തൃപ്തി വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നാം അനേക ഉദാഹരണങ്ങൾ കണ്ടു. കനാന്യക്കാര സ്ത്രീയുടെ കണ്ടു. കർത്താവിൻ്റെ പദ്ധതിയിലില്ലായിരുന്നു പുള്ളിക്കാരുടെ മകളെ വിടുവിക്കപ്പെടാം. പക്ഷേ കർത്താവിനായിട്ട് വിശന്ന് ദാഹിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഇറങ്ങി. അങ്ങനെയെങ്കിൽ മക്കളും അവകാശങ്ങളും നാം കർത്താവിനായി വിശന്ന എത്രത്തോളം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കും, എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം ഈ ജീവിതത്തിൽ നിറവേറ്റും. നാം പിന്നെ കണ്ടു പാൻഡ്യൂറിൻ്റെ എക്സാമ്പിൾ. ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്നുകൊണ്ട് കർത്താവ് എന്തുമാത്രം ചെയ്തു. 18 ദിവസങ്ങൾ കൊണ്ട് രാജ്യത്തെ മാറ്റിമറിച്ച രീതിയിൽ കർത്താവ് പ്രവർത്തിച്ചു. നാം കർത്താവിനായി വിശക്കുന്നു. നമുക്ക് കർത്താവിനായി വിശന്ന് തുടങ്ങാം. കർത്താവ് നമുക്ക് തൃപ്തി വരുത്തുവാൻ വിശ്വസ്തനാണ്. ഇനിയും 2 ഉദാഹരണങ്ങളോട് നമുക്ക് മുന്നോട്ട് കാണാം. വേറൊരു ഹിസ്റ്ററി എന്നുള്ള ഉദാഹരണമാണ് 1900 വർഷത്തിൽ അമേരിക്കയിലുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വളരെ ആഗ്രഹം കർത്താവിനെ കൂടുതലായിട്ട് അറിയണം, കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ദൈവപ്രവൃത്തിയെ പറ്റി കൂടുതലായിട്ട് അറിയണം. അദ്ദേഹം അഭിഷേകത്തെ പറ്റി ഇങ്ങനെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ അദ്ദേഹം ഒരു ദൈവശബ്ദം കേട്ടു. നീ ഇവിടുന്ന് ഒരു ട്രെയിൻ എടുത്ത് ടൊപ്പേക്ക കാൻസസ് എന്നൊരു നഗരത്തിലോട്ട് പോവുക. അവിടെ ടൊപ്പേക്ക കാൻസസ് സ്ഥലത്തിലോട്ട് പോവുക. അപ്പോൾ അദ്ദേഹം പോയി ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹം ദൈവശബ്ദം കേട്ടു, ഇവിടെ ഞാൻ നിനക്കൊരു ബൈബിൾ സ്കൂൾ തുടങ്ങാൻ പോവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസയൊന്നുമില്ല. അങ്ങനെ നിന്നപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം നേരെ പറഞ്ഞു, ഇവിടെ ഒരു ബൈബിൾ സ്കൂൾ എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പൈസയുണ്ടോ? എന്ന് പറഞ്ഞു, എൻ്റെ പൈസയൊന്നുമില്ല. ഓക്കെ, എങ്കിൽ നിങ്ങൾ ഈ ബിൽഡിംഗ് എടുത്തോ എന്ന് പറഞ്ഞ് ആ കീ പുള്ളിയെ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പോയി ബിൽഡിങ്ങിനകത്ത് കയറി കുറച്ച് സമയം പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങിൽ ഒരാൾ നോക്ക് ചെയ്തു. തുറന്നപ്പോൾ ഒരു സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞതാണ്, ഞാൻ ദൈവശബ്ദം കേട്ടു, ഇന്ന സ്ഥലത്തോട്ട് വരിക, ഇവിടെ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 10-12 പേര് ഇങ്ങനെ വന്ന് ആ ബൈബിൾ സ്കൂളിലോട്ട് എത്തി. അവർ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചു, പരിശുദ്ധാത്മാ സ്നാനത്തെപ്പറ്റി ദൈവവചനത്തിൽ നിന്ന് പഠിച്ചു. അപ്പം ഇത്രയും പേർ കർത്താവിനായി വിശന്നു. അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അവർ കർത്താവിനായി ദാഹിച്ചും വിശന്നും ദൈവശബ്ദം കേട്ട് അവർ ഈ സ്ഥലത്ത് ഒത്തുകൂടി കർത്താവിനായിട്ട് വിശന്നു. ഇത്രയും പേർ, ഈ ഒരു ചെറിയ ഗ്രൂപ്പ് കർത്താവിനായി വിശന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? 1900 വർഷത്തിൻ്റെ ന്യൂ ഇയർ ഈവിൽ നമ്മുടെ വാച്ച്നൈറ്റ് സർവീസ് നടക്കുന്ന ഏകദേശം ആ സമയത്ത് വിശ്വസ്തനായ കർത്താവ് ഇവരിൽ അനേകർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അതിൻ്റെ എഫക്റ്റ് എന്താണ്? ഇന്നും അതിൻ്റെ അനുഗ്രഹം എഫക്റ്റ് എന്താണ്? ആ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിച്ചതിൻ്റെ എഫക്റ്റായിട്ടാണ് ഇന്ന് നാം കാണുന്ന ഓരോ പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റും ഓരോ കാരിസ്മാറ്റിക് മൂവ്മെൻറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണ്, അതിന് മുമ്പുള്ള സമയത്ത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ വെളിപ്പാട് അനേകർക്കും കിട്ടിയിട്ടില്ല. ഇപ്പം ചാൾസ് വെസ്ലി ഒക്കെ ജീവിച്ച സമയത്ത് അവർ കർത്താവിനായിട്ട് വളരെയധികം പരിശുദ്ധാത്മാഭിഷേകം, അന്യഭാഷകളുള്ള പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഒരു വെളിപ്പാട് അവർക്കില്ലായിരുന്നു. പക്ഷെ ഈ 10-12 പേർ കർത്താവിനായി വിശന്നു. അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു.
അന്ന് മുതൽ പൊട്ടിപ്പുറപ്പെട്ടതാണ് ഇന്ന് നാം കാണുന്ന ഓരോ പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റും ഓരോ കാരിസ്മാറ്റിക് മൂവ്മെൻറ്റും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ വ്യക്തിയുടെ പേര് ചാൾസ് ഫർഹാം എന്നാണ്. കർത്താവ് അദ്ദേഹത്തെ വീണ്ടും ശക്തമായി ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. ഇത്രയും ഗ്രൂപ്പ് കർത്താവിനായി വിശന്നുകൊണ്ട് അന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ് ഇന്ന് നാം കാണുന്ന ഓരോ പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റും ഓരോ കാരിസ്മാറ്റിക്. ഇത്രയും പേരുടെ വിശപ്പിനാൽ എന്ന് സംഭവിച്ചു. ലോകത്തിന് ഫുൾ അനുഗ്രഹമായ ഓരോ പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റും കാരിസ്മാറ്റിക് മൂവ്മെൻറ്റും പൊട്ടിപ്പുറപ്പെട്ടു. നാം കർത്താവിനായി വിശക്കുന്നു. നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തകരമായി ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണ്. ഒരുപക്ഷെ ഈ ചാൾസ് ഫർഹാമും ഈ ഗ്രൂപ്പുകാരും ഇങ്ങനെ ബൈബിൾ സ്കൂൾ തുടങ്ങിയപ്പോൾ അവരുടെ മനസ്സിൽ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും അവരുടെ ചിന്തയെ കാണത്തില്ല. പക്ഷേ അവർ കർത്താവിനായി വിശന്നു. കർത്താവരുടെ വിശത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഫുൾഫിൽ ചെയ്തു. ഇന്ന് ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റ്സും കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ്സും അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുവാനിടയായി. നാം കർത്താവിനായി വിശക്കുന്നു. നാം ഇമാജിൻ ചെയ്യുന്നതിലപ്പുറമായിട്ട് കർത്താവ് അത് ഫുൾഫിൽ ചെയ്യാൻ വിശ്വസ്തനാണ്. നാം കർത്താവിനായി വിശക്കുന്നു. വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. വിശപ്പുള്ളവർ ഭാഗ്യവാൻ. നമുക്ക് കർത്താവിനായി വിശക്കാം. കർത്താവിൽ നിന്ന് പ്രാപിക്കാം. കർത്താവിൻ്റെ ഹിതം ഈ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറ്റാം. ഒരു ഉദാഹരണം കൂടെ നമുക്ക് കാണാം. ഇദ്ദേഹം ഞാൻ പറഞ്ഞേക്കുന്ന ഈ മനുഷ്യൻ, അദ്ദേഹത്തെ വീണ്ടും കർത്താവ് വെച്ച് ചാൾസ് ഫർഹാം. അദ്ദേഹം ഒരു സമയത്ത് അമേരിക്കയിലെ ടെക്സസ് ദേശത്ത് പോയി ശുശ്രൂഷിച്ചു. അപ്പോൾ ഇതെല്ലാം ടെക്സസ് ദേശത്ത് ശുശ്രൂഷിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിൽ ഒരു കറുത്തവർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ വന്ന് കേട്ടു. ഈ കറുത്തവർഗ്ഗക്കാരൻ മനുഷ്യൻ ഇതെല്ലാം കേട്ടു, പരിശുദ്ധാത്മാഭിഷേകത്തെ പറ്റി കേട്ടു, ഇതെല്ലാം കേട്ടു. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകത്തെ പറ്റി അറിയത്തില്ല, അതിനെപ്പറ്റി ഒന്നും അറിവില്ല. പക്ഷേ അത്ര അറിവില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഭയങ്കരമായി കർത്താവിനായിട്ടൊരു വിശപ്പുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം കേട്ടു. അദ്ദേഹം തിരിച്ച് ലോസ് ആഞ്ചലസിൽ പോയി. ലോസ് ആഞ്ചലസിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ സഭ അദ്ദേഹം നോക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷെ കർത്താവിനായിട്ടുള്ളൊരു അതിഭയങ്കരമായ വിശപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഇത് കേട്ടു. അദ്ദേഹം കർത്താവിൽ കൂടുതൽ കർത്താവായിട്ടുള്ള വിശപ്പ് വളരെ കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ദിവസം 5 മണിക്കൂറോളം പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ചാൾസ് ഫർഹാമിൻ്റെ പരിശുദ്ധാത്മ സ്നാനത്തെ പറ്റിയുള്ള ഒരു മെസ്സേജ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കർത്താവിനായിട്ടുള്ള വിശപ്പ് കൂടി. അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രാർത്ഥന കൂട്ടി 7 മണിക്കൂറോളമായി. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ലോസ് ആഞ്ചലസിലോട്ട് തിരിച്ചുപോയി. വിശ്വസ്തനായ ദൈവം അദ്ദേഹത്തിൻ്റെ വിശപ്പ് ഏറ്റവും മനോഹരവും അതിഭയങ്കരവുമായ രീതിയിൽ ഫുൾഫിൽ ചെയ്തു. അദ്ദേഹത്തിലൂടെ ഈ ലോകം അടുത്ത നാളുകളിൽ കണ്ടേക്കുന്ന ഏറ്റവും വലിയൊരു ഉണർവ് പുറപ്പെട്ടു. ഞാൻ പറയുന്ന ആൾ വേറെ ആരുമല്ല, വില്യം സെയ്മോർ എന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഉണർവ് വേറെ ഒന്നുമല്ല, ലോസ് ആഞ്ചലസിലെ അസൂസ സ്ട്രീറ്റ് റിവൈവലാണ്. ലോകത്തിൽ റീസെൻറ്റ് ഹിസ്റ്ററിയിൽ ഒരു ഉണർവും അതിൻ്റെ അത്ര വരത്തില്ലെന്ന് എല്ലാ ഹിസ്റ്റോറിയൻസും ഉറപ്പിച്ച് പറയുന്നു. ഹിസ്റ്റോറിയൻസ് പറയുന്ന അവിടെ നടന്ന അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിലും അധികമായിരുന്നു. ആ ഒരു മനുഷ്യൻ്റെ വിശപ്പ് കർത്താവ് ഏറ്റവും വിശ്വസ്തവും അതിഭയങ്കരവുമായ രീതിയിൽ നിവർത്തിച്ചു. ആ ഒരു മനുഷ്യനിലൂടെ ലോകം കണ്ടിട്ടുള്ളതിലും ഏറ്റവും വലിയ ഉണർവുകളുള്ള ഒന്നായ അസൂസ സ്ട്രീറ്റ് റിവൈവൽ പുറപ്പെട്ടു. അപ്പോസ്തലനായ ജോൺ ജി ലേക്ക് ഈ വില്യം സേവറിനെ പറ്റി പറയുന്ന ഇതാണ്, ഈ അടുത്ത കാലത്തെങ്ങും ദൈവസാന്നിധ്യം ഇത്രയും ഇറങ്ങിയൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കർത്താവിനായിട്ട് അദ്ദേഹം വിശന്നും ദാഹിച്ചും നിന്നു. കർത്താവ് അദ്ദേഹത്തിൻ്റെ വിശത്ത് വിശ്വസ്തനായ ദൈവം
കർത്താവിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശപ്പ് ഏറ്റവും മനോഹരവും അതിഭയങ്കരവുമായ രീതിയിൽ നിവർത്തിച്ചു. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ലോസ് ആഞ്ചലസിലോട്ട് ഒത്തുകൂടി ഈ ദൈവപ്രവൃത്തിയെ കാണാൻ. മനുഷ്യർക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടൊരു ദൈവപ്രവൃത്തി. ഒരു സമയത്ത് അവിടെ നെയ്ബേഴ്സ്, അതിൻ്റെ അടുത്തുള്ളവർ കണ്ടു ഭയങ്കരമായ തീ വന്ന് അവർ ഫയർ ആംബുലൻസിനൊക്കെ വിളിച്ചു, ഇവിടെ തീ ഉണ്ട്, പെട്ടെന്ന് വരും. ഫയർ ആംബുലൻസ് ഒന്നും അവിടെ തീയൊന്നുമില്ല. അവർ കണ്ട തീ ഫിസിക്കൽ തീ അല്ലായിരുന്നു, ദൈവാത്മാവിൻ്റെ തീയായിരുന്നു കണ്ടത്. ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്ന് കർത്താവ് അദ്ദേഹത്തിൻ്റെ വിശപ്പ് മനോഹരമായി നിവർത്തിച്ചു. ലോസ് ആഞ്ചലസ് അസൂസ സ്ട്രീറ്റ് റിവൈവലിനെ പറ്റി ഒത്തിരി ഞാൻ ഈയിടെ ഒരു ബുക്ക് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ അസൂസ സ്ട്രീറ്റ് ഉണർവ് ആ ലോസ് ആഞ്ചലസിലോ അമേരിക്ക ദേശത്തിലോ ഒതുങ്ങി നിന്നതല്ല. അതിൻ്റെ ഫുൾ എഫക്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്റോറിയൻസിന് വരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഹോങ്കോങ്ങിലുള്ള ഒരു മിഷണറി, അദ്ദേഹം പ്രാർത്ഥനയിലിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദൂത് കിട്ടി, നീ ലോസ് ആഞ്ചലസിൽ പോകാം. അപ്പം അന്നൊന്നും ഇങ്ങനെ ഫ്ലൈറ്റൊന്നും ഇല്ല. പുള്ളി ഷിപ്പൊക്കെ കയറി ദൈവശബ്ദം കേട്ട് ലോസ് ആഞ്ചലസിലെത്തിയപ്പോൾ അദ്ദേഹം അസൂസ സ്ട്രീറ്റ് ഉണർവിനെ പറ്റി അറിഞ്ഞു. അദ്ദേഹം അവിടെ പോയി ദൈവപ്രവൃത്തികൾ കണ്ടു. അദ്ദേഹം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ട് തിരിച്ചെത്തി. അദ്ദേഹത്തിന് വീണ്ടും ഒരു ദൈവശബ്ദം കേട്ട്, നീ ടിബറ്റിലോട്ട് പോകാം. അദ്ദേഹം ടിബറ്റിൽ പോയി, അദ്ദേഹം കുടുംബമായിട്ട് പോയി. അവർ ടിബറ്റിലെ അനേക ദേശങ്ങളിൽ കഴുതപ്പുറത്തുമൊക്കെ പോയി വലിയൊരു സുവിശേഷീകരണം ചെയ്ത് വലിയൊരു ദൈവപ്രവൃത്തി ഇവിടെ ആരംഭിച്ചു. അസൂസ സ്ട്രീറ്റ് റിവൈവലിൻ്റെ എഫക്റ്റ് ലോകമെമ്പാടും. ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്നപ്പോൾ കർത്താവ് ആ വിശപ്പ് ഏറ്റവും മനോഹരവും അതിഭയങ്കരവുമായിട്ട് നിവർത്തിച്ചു. നാം കർത്താവിനായി വിശക്കുന്നു. പലപ്പോഴും അതോ നമ്മുടെ വിശപ്പ് ഈ ലോകത്തിൽ കൂടുതൽ ശമ്പളം കിട്ടണം, കൂടുതൽ പേര് കിട്ടണം, തലമുറയ്ക്ക് കൂടുതൽ ശമ്പളം കിട്ടണം, നല്ല ദേശത്ത് പാർക്കണമെന്നതിൽ ഒതുങ്ങിപ്പോയോ? ഇതെല്ലാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ഈ ലോകത്തിൽ നാം ചിന്തിക്കുന്നതിലപ്പുറം ചെയ്യും. ആബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ഒരു കാര്യവുമില്ല. കർത്താവ് നമ്മളെ ഹോമിക്കാൻ വിശ്വസ്തനാണ്. നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന സകലത്തിലും ശുഭമായി ഒക്കെ ശരിയാണ്. പക്ഷെ കർത്താവിനായൊരു വിശപ്പ് നമുക്കുണ്ട്. നാം പള്ളി വരുന്നുണ്ടായിരിക്കും, പ്രാർത്ഥന കൊണ്ട്, അതൊന്നുമല്ല ചോദ്യം. ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനെ കൊണ്ട് മാത്രം തൃപ്തി വരുത്തുന്ന ഒരു വിശപ്പ് നമുക്കുണ്ടോ? നാം കണ്ടു കനാന്യക്കാര സ്ത്രീകളെ കണ്ട് കർത്താവിൻ്റെ ഹിതം അല്ല എന്നിട്ടും വിശന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ പ്രാപിച്ചു. മക്കളും അവകാശവും നാം എത്രയധികം പ്രാപിക്കണം. നാം അനേക ഉദാഹരണങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടു. വാൻഡ്യൂരൻ, ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്നുകൊണ്ട് 18 ദിവസം കൊണ്ട് ഒരു ദേശത്തെ മാറ്റിമറിച്ചു. ചാൾസ് ഫർഹാം, ഒരു മനുഷ്യൻ കർത്താവിനായി വിശന്നുകൊണ്ട് 10-12 പേരൊന്ന് ചൂടിയാൽ കർത്താവിനായി വിശന്നുകൊണ്ട് ഇന്നും നാം ആ അനുഗ്രഹം അനുഭവിക്കുന്നു. ഒരു വില്യം സേമർ കർത്താവിനായി വിശന്നുകൊണ്ട് ഒരു മനുഷ്യൻ കർത്താവ് അദ്ദേഹത്തിൻ്റെ വിശപ്പ് ഏറ്റവും അതിഭയങ്കരവും മനോഹരമായ ലോകം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ ഉണർവുകളുള്ള, ഇന്നും ഹിസ്റ്റോറിയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസൂസ സ്ട്രീറ്റ് ഉണർവ് കണ്ടു. നാം കർത്താവിനായി വിശക്കുന്നു. അതോ നമ്മൾ ഈ ലോകത്തിലെ നന്മകൾ എല്ലാം കിട്ടി അതിനായിട്ട് വിശന്നു? നാം കർത്താവിനായിട്ടുള്ള വിശപ്പ് നമുക്ക് തണുത്തു പോയി. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഇന്നത്തെ സഭയിൽ ഇതാണ്. മനുഷ്യനെ ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യിപ്പിച്ച് കർത്താവിനായിട്ടുള്ള വിശപ്പ് കട്ടി. ദൈവപ്രവൃത്തിയില്ല, ദൈവാത്മാവിൻ്റെ പ്രവർത്തനയില്ല, അപ്പോസ്തലന്മാരെ കാണുന്നില്ല, പ്രവചക ശുശ്രൂഷ കാണുന്നില്ല, ഒന്നും ആർക്കും ഒരു ഭാരമില്ല. കാരണം കർത്താവിനായിട്ടുള്ള വിശപ്പ് പോയി. നാം കർത്താവിനായി വിശക്കുന്നു. മഹത്വവും അതിഭയങ്കരവും നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിനും അപ്പുറമായിട്ട് അത് തൃപ്തി വരുത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പ ഇന്നലെ സമയത്തിനെ സ്തുതിക്കുന്നു. എല്ലാത്തിലുപരി അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയും. അപ്പ പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങേക്കായി ഒരു വിശപ്പില്ല. ഞങ്ങൾ ഈ ലോകത്തിലെ ഇതും പറഞ്ഞുകൊണ്ട് അതിലോട്ട് നോക്കി അതെങ്ങനെ കൂടുതൽ കിട്ടുമെന്ന് ഓർത്തിരിക്കും. എല്ലാം കർത്താവ് ചോദിക്കുന്നതിന് നിനക്ക് അപ്പുറമായിട്ട് ചെയ്യാൻ വിശ്വസ്തനായിരിക്കും. സ്തുതി.
അപ്പാ അങ്ങേക്കൊരു വിശപ്പ് തരുമാറാണ് പ്രാർത്ഥിക്കും. അങ്ങേ കൊണ്ട് മാത്രം തൃപ്തി വരുത്തുന്ന ഒരു വിശപ്പ് തരുമാറാണ് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ കണ്ടപ്പ അങ്ങ് ആ വിശപ്പ് എന്തുമാത്രം ഭയങ്കരമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ ഞങ്ങൾ കണ്ടപ്പ. അങ്ങേക്കൊരു വിശപ്പ് തരുമാറാണ് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങേ കൊണ്ട് മാത്രം തൃപ്തി എടുത്തിട്ട് വിശപ്പ് ഞങ്ങൾക്ക് തരുമാറാണ് പ്രാർത്ഥിക്കുന്നപ്പ. മക്കളും അവകാശങ്ങളായ ഞങ്ങൾ കർത്താവ് എത്ര അധികം അങ്ങയിൽ നിന്ന് പ്രാപിക്കണം, എത്രയധികം അങ്ങയുടെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കണം അപ്പ, എത്രയധികം ഞങ്ങൾ ചെയ്യണപ്പ. പലപ്പോഴും ഞങ്ങൾ മാറിപ്പോയപ്പ, ഞങ്ങൾക്ക് ഇത് കിട്ടണം അത് കിട്ടണം അതുമായിട്ട് ഞങ്ങൾ ഇരുന്ന് പോയപ്പ. അപ്പ ഞങ്ങൾ ക്ഷമിക്കാറാണ് പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം കർത്താവ്, പക്ഷെ ഞങ്ങൾ അങ്ങയുടെ മുഖത്തോട്ട് മാത്രം നോക്കുന്നു, അങ്ങേക്കായി മാത്രം വിശക്കുന്നു, അങ്ങേക്കായി മാത്രം ദാഹിക്കുന്നു. അങ്ങ് ആ വിശപ്പ് ചോദിക്കുന്നതിന് നിനക്കുന്നതിന് അപ്പുറമായിട്ട് നിവർത്തിപ്പാൻ ശക്തനായിരിക്കും സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ സ്തുതിക്കുന്നു. വചനം ഘോഷിപ്പാൻ അടിയനെ സഹായിച്ചതിനെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റിയിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. എല്ലാം നസ്രാനെ യേശു നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.